പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ നമ്മുടെ ലൈഫിൽ വെളിപ്പെടാതിരിക്കുമ്പോൾ, ദൈവികമായിട്ടുള്ള പ്രവർത്തികൾ നമ്മുടെ ലൈഫിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും വെളിപ്പെടാത്ത അല്ലെങ്കിൽ നിരാശയോടെ ഇരിക്കുന്ന വ്യക്തികളാണോ എൻ്റെ ശബ്ദം കേൾക്കുമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു വാർത്ത നിങ്ങളോട് ഞാൻ പറയാം. നിങ്ങൾ ഇനി മുതൽ ദൈവിക ഇടപാടുകൾ, ദൈവിക ശബ്ദങ്ങൾ, ദൈവത്തിന്റെ നിയോഗങ്ങൾ നിങ്ങൾ കേൾക്കുവാൻ, നിങ്ങളുടെ കാതുകൾ കേൾക്കുവാൻ പോകുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടും ദൈവിക പദ്ധതി തടസ്സമായിരിക്കുന്ന മേഖലകളുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോട് അതിനോടുള്ള ജയത്തിന്റെ ഒരു ഘോഷമായി നിങ്ങളോടൊരു വാർത്ത ഞാൻ പറയാം. അത് മറ്റൊന്നുമല്ല, ദൈവം നമ്മളോട് സംസാരിച്ച ആദ്യത്തെ ദൈവശബ്ദമായ, ആദ്യത്തെ ദൈവത്തിന്റെ നിയോഗത്തിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചിട്ട് അതിൽ സബ്മിഷൻ ചെയ്യാതെ അതിനെ മറുതലിച്ച് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് അടുത്തൊരു നിയോഗം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുക, നിങ്ങളോട് ദൈവം സംസാരിച്ച് ആദ്യത്തെ ദൈവശബ്ദത്തിലേക്ക് ഇന്ന് നിങ്ങൾ തിരികെ മടങ്ങി വന്നാൽ, ആ ദൈവശബ്ദം എന്താണോ ദൈവം ആദ്യം എന്നോട് സംസാരിച്ച് ദൈവത്തിന്റെ നിയോഗത്തിലേക്ക് നിങ്ങൾ തിരികെ മടങ്ങി വന്നിട്ട് അത് നിങ്ങൾ പാലിക്കുവാൻ, അത് നിങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാവുമ്പോൾ ദൈവത്തിന്റെ അടുത്ത പദ്ധതികൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തു തരും. യെസ്, 100% ഇത് നിങ്ങൾ ഫോളോ ചെയ്ത ഇന്നലകളിൽ, വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് ഇടപെട്ട ദൈവ ശബ്ദത്തിന് നിങ്ങൾ ആ ടൈമിൽ ഇന്ന് നിങ്ങൾ യൂട്ടേൺ എടുത്ത് ആ ദൈവ നിയോഗത്തിന്റെ അകത്തേക്ക് ഇന്ന് നിങ്ങൾ തിരികെ മടങ്ങി വന്ന നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് അടുത്ത ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ശക്തിയുടെ കർത്താവിന്